തൃശ്ശൂരിനടുത്ത് ഒരു പഴയ തറവാട്ടിൽ സമ്പന്നനായ പ്രഭാകരൻ നായർ താമസിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം ശാന്തവും എന്നാൽ ദുരൂഹവുമായിരുന്നു. പ്രഭാകരൻ നായരുടെ വിശ്വസ്തനായ ഡ്രൈവറായിരുന്നു ബാലകൃഷ്ണൻ. കഴിഞ്ഞ 10 വർഷമായി ബാലകൃഷ്ണൻ ആ തറവാട്ടിലെ നിശബ്ദതയിൽ ഒരു നിഴൽ പോലെ സഞ്ചരിച്ചു. പ്രഭാകരൻ നായർ യാത്ര ചെയ്യുമ്പോൾ കാറിന്റെ എഞ്ചിൻ ഒരു ഹൃദയമിടിപ്പ് പോലെ മുഴങ്ങി. ബാലകൃഷ്ണൻ തന്റെ ജോലിയെ ഒരു തൊഴിലായി മാത്രം കണ്ടില്ല. അത് തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. കാരണം അദ്ദേഹത്തിന് മുതലാളിയോട് ആത്മാർത്ഥമായ ഇഷ്ടമുണ്ടായിരുന്നു. ആ പഴയ തറവാട്ടിൽ ബാലകൃഷ്ണൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നൊരു ദിവസം മണികണ്ഠൻ വരുമായിരുന്നു. പേരും രൂപവും പോലെ തന്നെ മണികണ്ഠൻ ഒരു നല്ല മനുഷ്യനും മിടുക്കനായ ഡ്രൈവറുമായിരുന്നു. ഒരു ദിവസം പുലർച്ചെ പതിവ് പോലെ കാറെടുക്കാൻ പോയപ്പോൾ കാറിന്റെ ഡോർ ബാലകൃഷ്ണന്റെ കയ്യിൽ തട്ടി. അതൊരു നിസാര കാര്യമായിരുന്നു, പക്ഷേ ആ മുറിവ് അദ്ദേഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ബാലകൃഷ്ണന് വല്ലാത്തൊരു ഭയം തോന്നി. അത് അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത കാറ്റുപോലെ കടന്നുപോയി. അയാൾ അറിയാതെ ഹോ എന്നു പറഞ്ഞ വേദനയോടെ നിലത്തിരുന്നുപോയി. അതേസമയം വലിയ യാത്രയ്ക്കായി കാറുമായി വരാൻ മണികണ്ഠൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മുറിവ് വല്ലാതെ വേദനിപ്പിച്ചപ്പോൾ ബാലകൃഷ്ണൻ മണികണ്ഠനെ വിളിച്ചു. ഞാനില്ലാതെ മുതലാളി ആദ്യമായിട്ടാണ് ദൂരയാത്രയ്ക്ക് പോകുന്നത്. എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു, ബാലകൃഷ്ണൻ ആധിയോടെ പറഞ്ഞു. എന്നാൽ മണികണ്ഠൻ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു ചെറുപുഞ്ചിരിയോടെ മണികണ്ഠൻ പറഞ്ഞു, ഇതൊരു നല്ല അവസരം. ബാലകൃഷ്ണൻ ചേട്ടൻ വിഷമിക്കരുത്. ഒരു നിഴൽ പോലെ മണികണ്ഠൻ കാറിലേക്ക് കയറി. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ബാലകൃഷ്ണന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കി. വൈകുന്നേരം ഒരു ഫോൺ കോൾ ബാലകൃഷ്ണന്റെ ശാന്തമായ ലോകത്തെ പിടിച്ചുകുലുക്കി. അപകടം. കാർ പൂർണ്ണമായി തകർന്നു. മറുവശത്തുനിന്നും കേട്ട ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. ബാലകൃഷ്ണന്റെ നെഞ്ചിൽ ഒരു വലിയ ഭാരം കയറിയതുപോലെ തോന്നി. തല കറങ്ങിപ്പോയി. അടുത്ത നിമിഷം ഫോണിൽ മുഴങ്ങിയ ശബ്ദം അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത മിന്നൽ പോലെ പാഞ്ഞുപോയി. മണികണ്ഠൻ മരിച്ചുപോയി. ബാലകൃഷ്ണന് താൻ കേട്ടത് വിശ്വസിക്കാനായില്ല. തലേന്ന് താൻ പോകേണ്ടിയിരുന്ന യാത്ര ഒരു നിമിഷത്തെ മുറിവ് കാരണം അതൊഴിവാക്കി. തന്റെ സ്ഥാനത്ത് പോയ ഒരു സുഹൃത്തിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഈ ദുരന്തത്തിന് താനാണ് കാരണമെന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. മണികണ്ഠന്റെ മൃതദേഹം സംസ്കരിച്ചതിനു ശേഷം പ്രഭാകരൻ നായരുടെ ബന്ധുക്കൾ കാർ വിൽക്കാൻ നിർബന്ധിച്ചു. ഈ കാർ വീട്ടിൽ വെക്കുന്നത് ദുശകുനമാണ്, ബന്ധുക്കൾ കൂട്ടമായി പറഞ്ഞു. എന്നാൽ മണികണ്ഠനുമായുള്ള ആത്മബന്ധവും ആ കാറിനോടുള്ള വൈകാരിക അടുപ്പവും കാരണം പ്രഭാകരൻ നായർ അത് വിൽക്കാൻ തയ്യാറായില്ല. ഈ കാർ ഒരു സ്മാരകമായി ഇവിടെ തന്നെ ഉണ്ടാകും. ആ ആത്മാവ് അതിൽ വസിക്കുന്നുണ്ടാകും, മുതലാളി ശാന്തമായി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ബാലകൃഷ്ണനെ ഭയപ്പെടുത്തി. ബാലകൃഷ്ണൻ കാറിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിന്റെ ഭീകരമായ രൂപം അദ്ദേഹത്തെ ഭയപ്പെടുത്തി. തുരുമ്പിടത്ത് ഇരുമ്പിന്റെയും രക്തത്തിന്റെയും ദുർഗന്ധം കാറിൽ നിന്ന് വമിക്കുന്നുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ആ കാർ പഴയതിലും ഭംഗിയോടെ നന്നാക്കിയെടുത്തു. കറുത്ത നിറം നൽകി അതിനെ ഒരു പുതിയ രൂപത്തിലാക്കി. പക്ഷേ ആ കാർ ഒരു ജീവനില്ലാത്ത ശവപ്പെട്ടി പോലെയാണ് ബാലകൃഷ്ണന് അപ്പോൾ തോന്നിയത്. മരണാനന്തര ചടങ്ങുകൾക്കായി അതേ കാറിൽ മണികണ്ഠന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഗ്രാമത്തിലെ ആളുകൾ ആ ഭീകരമായ കാഴ്ച കണ്ടു ഞെട്ടി. ചിലർ അതിനെ പേടിയോടെ നോക്കി. മറ്റു ചിലർ പ്രഭാകരൻ നായരുടെ സ്നേഹമായി കണ്ടു. എന്നാൽ ബാലകൃഷ്ണന് ആ കാർ മണികണ്ഠന്റെ ആത്മാവിനെ വഹിക്കുന്ന ഒരു പ്രേതമായി തോന്നി. പ്രഭാകരൻ നായരെ തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടാക്കി തിരികെ വരുമ്പോൾ ബാലകൃഷ്ണൻ ഒരു യാത്രയ്ക്കായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്രതീക്ഷിതമായി താൻ യാത്ര ഒഴിവാക്കിയത് നന്നായി എന്നയാൾ ആലോചിച്ചു. വഴിയിൽ മഴ പെയ്യാൻ തുടങ്ങി. അത് കാറിന്റെ ചില്ലിൽ ഒരു നിഴൽ പോലെ പതിഞ്ഞു. എങ്ങും ഇരുട്ട് മാത്രം. ബാലകൃഷ്ണൻ കാറിന്റെ വേഗത കുറച്ചു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഒരു ഷോർട്ട് കട്ട് വഴി ബാലകൃഷ്ണൻ കണ്ടു. മനഃപൂർവ്വം ആ വഴിയിലൂടെ കാറോടിച്ചപ്പോൾ കാറിന്റെ സ്റ്റിയറിംഗ് വീൽ ഭാരം വെച്ചതുപോലെ ബാലകൃഷ്ണന് തോന്നി. സ്റ്റിയറിംഗ് വീൽ പതിയെ പതിയെ ഒരു ഭീകരമായ ശബ്ദത്തിൽ തിരിയാൻ തുടങ്ങി. ഭയന്ന് വിറച്ച ബാലകൃഷ്ണൻ താൻ എവിടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി. അതേസമയം ദൂരെ എവിടെയോ കാറൊരു വലിയ ശബ്ദമുണ്ടാക്കി. ഒരു നിമിഷം കാറിന്റെ ചില്ലിൽ മഴത്തുള്ളികൾ പതിക്കാതെ ഒരു നിഴൽ രൂപം മിന്നിമറഞ്ഞു. ബാലകൃഷ്ണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പുഞ്ചിരിയോടെ ഒരാൾ റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മണികണ്ഠനായിരുന്നു. അയാൾ വേഗം കാറിന്റെ വേഗത കൂട്ടി. പക്ഷെ കാറിന്റെ സ്പീഡ് കുറഞ്ഞു. കാർ പൂർണ്ണമായി നിന്നു.
കാറിന്റെ എഞ്ചിൻ ഒരു ഭീകരമായ ശബ്ദത്തോടെ നിന്നപ്പോൾ ഡാഷ്ബോർഡിലെ ലൈറ്റുകൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ മിന്നിമറഞ്ഞു. പുറത്ത് ഒരു നിശബ്ദത മാത്രം. ബാലകൃഷ്ണൻ കാറിൽ നിന്നും പുറത്തിറങ്ങി. കാട്ടിന് രക്തത്തിന്റെയും തുരുമ്പെടുത്ത ഇരുമ്പിന്റെയും ദുർഗന്ധം. അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത കാറ്റ് കടന്നുപോയി. അതവന്റെ രോമങ്ങളെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ കാറിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അതൊരു സാധാരണ ശബ്ദമായിരുന്നില്ല, മറിച്ച് ഒരു മൃദുലമായ സ്വരം, ഒരുതരം പുഞ്ചിരിയുടെ. ബാലകൃഷ്ണൻ എന്ന് വിളിച്ചു. അത് കേട്ട് ബാലകൃഷ്ണൻ വിറച്ചു. ഭയം കൊണ്ട് വിറച്ച ബാലകൃഷ്ണൻ വേഗം കാറിലേക്ക് കയറി പ്രാർത്ഥിച്ചു. കണ്ണുകളടച്ചു. കാർ സ്റ്റാർട്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു. കാറിനുള്ളിൽ ശവത്തിന്റെ ദുർഗന്ധം വീണ്ടും നിറഞ്ഞു. കണ്ണാടിയിലൂടെ ബാലകൃഷ്ണൻ തിരിഞ്ഞുനോക്കി. ഒരു നിഴൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നത് കണ്ടു. ആ നിഴൽ പതിയെ ഒരു രൂപമായി മാറി. അത് മണികണ്ഠന്റെ മുഖം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ അവസ്ഥയിലുള്ള മണികണ്ഠന്റെ ആത്മാവ് കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നത് കണ്ട് ബാലകൃഷ്ണൻ ബോധം കെട്ട് നിലത്ത് വീണു. ബാലകൃഷ്ണൻ ബോധം കെട്ട് വീണതിനു ശേഷം പ്രഭാകരൻ നായർ വിദേശത്തുനിന്ന് മടങ്ങിയെത്തി. അദ്ദേഹത്തിന്റെ വരവാഘോഷിക്കാൻ കുടുംബം കാത്തുനിന്നു. എയർപോർട്ടിലിറങ്ങിയ മുതലാളിയെ കണ്ടവർ ഞെട്ടി. അദ്ദേഹത്തിന്റെ മുഖം വിളറി. കണ്ണുകളിൽ ഒരുതരം ശൂന്യത തളം കെട്ടി നിന്നിരുന്നു. പുഞ്ചിരി മാഞ്ഞുപോയി. പകരം ഒരു മരവിപ്പ് ആ മുഖത്ത് നിഴലിച്ചു. അദ്ദേഹം വീട്ടിലെത്തിയത് തനിച്ചായിരുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പുതിയ ഡ്രൈവറെ ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം വന്നത്. വീട്ടിലേക്ക് കയറി വന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ നേരെ ചെന്നത് കാറിലേക്കായിരുന്നു. ഒരു നിമിഷം ആ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കം മിന്നിമറഞ്ഞു. പതിയെ പതിയെ പ്രഭാകരൻ നായരുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അദ്ദേഹം ഉറക്കമില്ലാതെ എഴുന്നേറ്റ് കാറിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. കാറിന്റെ ഡോറുകൾ തുറന്നു അടച്ചു. ചിലപ്പോൾ അതിനകത്ത് കയറി മണിക്കൂറുകളോളം ഇരിക്കും. കാറിനടുത്തുനിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. ചിലപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ ഒരു നിശബ്ദമായ ചിരി. അദ്ദേഹത്തിന്റെ മകൾ ലീലാമോൾക്ക് ഇത് വല്ലാത്തൊരു ഭയമുണ്ടാക്കി. ഒരു ദിവസം രാത്രി ലീലാമോൾ അച്ഛനെ കാണാതെ വന്നു. അന്വേഷിച്ചു പോവുകയും കാറിനടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞെട്ടിപ്പോവുകയും ചെയ്തു. അച്ഛാ, എന്താ ഇവിടെ നിൽക്കുന്നത്? ഭയത്തോടെ അവൾ ചോദിച്ചു. പക്ഷേ മറുപടി നൽകിയത് പ്രഭാകരൻ നായരുടെ ശബ്ദമായിരുന്നില്ല. ഒരുതരം ദയനീയമായ ശബ്ദമായിരുന്നു. മോളെ, എന്നെ കണ്ടിട്ട് പേടിയാണോ? ഇത് നിന്റെ അച്ഛൻ തന്നെയാണ്. അല്ല, നിന്റെ അച്ഛനല്ല, ഞാനാണ് മണികണ്ഠൻ. ആ ശബ്ദം അവളുടെ ഹൃദയത്തെ പിളർന്നു. ഭയന്ന് വിറച്ച ലീലാമോൾ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ പ്രഭാകരൻ നായർക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഇതൊരുതരം മറവിരോഗമാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ ബാലകൃഷ്ണൻ ബോധം വീണതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. നടന്ന സംഭവങ്ങൾ പറഞ്ഞു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ബാലകൃഷ്ണന്റെ കൈകൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് കാറെടുത്ത് പുറത്തേക്ക് പോയി. ബാലകൃഷ്ണൻ ആധിയോടെ അദ്ദേഹത്തെ പിന്തുടർന്നു. ഒരുതരം ഭ്രാന്തമായ ചിരിയോടെ പ്രഭാകരൻ നായർ കാർ ഓടിക്കാൻ തുടങ്ങി. അപകടം നടന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം കാറിൽ നിന്നും ഇറങ്ങി. ബാലകൃഷ്ണൻ പേടിച്ചു വിറച്ച് കാറിനകത്തിരുന്നു. പെട്ടെന്നൊരു വലിയ കാറ്റ് വീശി. പ്രഭാകരൻ നായരുടെ ശരീരം ഒരുതരം നിഴലായി മാറി. മണികണ്ഠന്റെ ആത്മാവ് പ്രഭാകരൻ നായരുടെ ശരീരത്തിൽ പ്രവേശിച്ചു. ഇത് നിനക്കുള്ള വിധി, ബാലകൃഷ്ണൻ, മണികണ്ഠന്റെ സ്വരത്തിൽ പ്രഭാകരൻ നായർ പറഞ്ഞു. തുടർന്ന് ഡ്രൈവർ സീറ്റിൽ കയറിയ അദ്ദേഹം ഒരു ഭ്രാന്തമായ ചിരിയോടെ കാർ ഒരു വഴിത്താരക്കല്ലിലിടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ബാലകൃഷ്ണൻ വേദന കൊണ്ട് നിലവിളിച്ചു. പരിക്കേറ്റ ബാലകൃഷ്ണനെ കാറിലിരുത്തി മണികണ്ഠന്റെ ആത്മാവ് വീട്ടിലേക്ക് പോയി. മണികണ്ഠന്റെ കുടുംബാംഗങ്ങളോട് ഞാനാണ് നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞു. പിന്നീട് ബാലകൃഷ്ണനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. പ്രഭാകരൻ നായരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ മകൾ ലീലാമോൾ ഒരു മന്ത്രവാദിയുടെ സഹായം തേടി. ആരുമറിയാതെ കാറിന്റെ അടുത്തേക്ക് മന്ത്രവാദിയെ കൊണ്ടുവന്നു. ഒരു വലിയ ചടങ്ങ് ആരംഭിച്ചു. അമാനുഷിക ശക്തികളുമായി ബന്ധപ്പെട്ട ആ മന്ത്രവാദി തന്റെ ശരീരത്തിലും മനസ്സിലും ഒരുതരം തീവ്രമായ ശക്തി നിറച്ചു. ഒരു വലിയ മന്ത്രം ഉരുവിട്ടു. ചടങ്ങിനായി ഒരുക്കിയെത്തി ആളിക്കത്തി. ഇരുട്ടിൽ വെളിച്ചം നിറഞ്ഞ ഒരു ഭീകരമായ കാഴ്ചയായിരുന്നു അത്. മന്ത്രവാദി ഉരുവിട്ട ഓരോ മന്ത്രവും മണികണ്ഠന്റെ ആത്മാവിനെ പുറത്താക്കാൻ സഹായിച്ചു. പക്ഷേ ആ ആത്മാവ് അത്ര എളുപ്പം ഒഴിഞ്ഞുപോകാൻ തയ്യാറല്ലായിരുന്നു. ഒരു യുദ്ധം പോലെ മന്ത്രവാദിയുടെ മനസ്സും പ്രേതത്തിന്റെ ശക്തിയും തമ്മിൽ ഒരു വലിയ മത്സരം നടന്നു. മന്ത്രവാദി തന്റെ ശക്തികളെ ഉപയോഗിച്ച് ആത്മാവിനെ പുറത്താക്കാൻ ശ്രമിച്ചു. ആത്മാവ് ഒരു ഭീകരമായ ചിരിയോടെ പ്രതികരിച്ചു. അത് പ്രഭാകരൻ നായരുടെ ശരീരത്തിൽ നിന്ന് ഒരു തീവ്രമായ ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം കേട്ട ലീലാമോൾ ഭയന്ന് വിറച്ചുപോയി. മന്ത്രവാദി തന്റെ അവസാന മന്ത്രം ഉരുവിട്ടു.
പ്രഭാകരൻ നായരുടെ ശരീരത്തിൽ നിന്നും ഒരു തീവ്രമായ വെളിച്ചം പുറത്തേക്ക് വന്നു. മണികണ്ഠന്റെ ആത്മാവ് പുറത്തുപോയി. മാസങ്ങളോളം നീണ്ട പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കും ഒടുവിൽ മന്ത്രവാദി ആത്മാവിനെ പുറത്താക്കി. എന്നാൽ മണികണ്ഠന്റെ ആത്മാവ് കാറിൽ നിന്നും വിട്ടുപോയില്ല. ആത്മാവ് ആ കാറിനെ വിടാതെ പിന്തുടർന്നു. ഒരു പരിഹാരവുമില്ലാതെ അവർ ആ കാർ ഒരു മാന്തോപ്പിൽ ഉപേക്ഷിച്ചു. പിന്നീട് ആ വഴിയിലൂടെ ആരും യാത്ര ചെയ്തിട്ടില്ല. ഇന്നും ആ കാർ അവിടെയുണ്ട്. രാത്രികാലങ്ങളിൽ മണികണ്ഠന്റെ ആത്മാവിനെ അവിടെയുള്ളവർ കാണാറുണ്ട്.